ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖങ്ങളൊക്കെ തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, എല്ലാവരും കടന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ഫസ്റ്റ് ടൈം സെക്സിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയത് വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയ എന്നാൽ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നത് 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനേക്കാൾ മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഈ വലിയ ഇന്ത്യയിൽ നമ്മുടെ പാരൻസ് ആയിരുന്നപ്പോഴും ഇതിനെക്കുറിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭയങ്കര മടി കാണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാണക്കെട്ട സംഭവമായി കാണുന്നത് കൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ശരിക്കും നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ 8ലും 9ലും പഠിക്കുമ്പോഴത്തേനും ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് എന്തോ ചെറിയൊരു കാര്യം പഠിക്കാനായിട്ട്, ഒരു ചാപ്റ്റർ എന്തൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ ടീച്ചേഴ്സ് മര്യാദയ്ക്ക് പഠിപ്പിക്കാറില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അതൊന്നും മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ കൂടുതൽ ആൾക്കാരും പഠിപ്പിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ, പക്ഷേ കൂടുതൽ ആൾക്കാരും പഠിപ്പിക്കാത്ത ആൾക്കാരാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ +1 +2 സയൻസാണ് എടുത്തത്. അപ്പോൾ സുവോളജിയിലാണെന്ന് തോന്നുന്നു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഞങ്ങൾ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതിപ്പം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങളെക്കാളും നിങ്ങൾക്ക് അറിവ് കൂടുതലല്ലേ ഇതിനെക്കുറിച്ചിട്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞത് സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കുട്ടികളും, ഞാൻ ഉൾപ്പെടുന്ന കൂടുതൽ കുട്ടികളും ഇതിനെക്കുറിച്ചിട്ട് അറിവ് നേടുന്നത് ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോകളിൽ നിന്നും, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസിൽ നിന്നും ഒക്കെയാണ്. പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഫോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാറുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്നും ഇതിനെക്കുറിച്ചിട്ട് അറിവ് നേടുന്നതാണ് നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയാനായിട്ട്, ഈ സെക്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഈ വീഡിയോ അത്യാവശ്യം റീച്ച് കിട്ടുവാണെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ടായിരിക്കും എല്ലാവരും കൂടെ പൊങ്കാലിടാനായിട്ട് കമൻസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഉറപ്പിച്ചങ്ങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസെൻറ്റ് അഥവാ സമ്മതം ആണ്. മൗനം സമ്മതം എന്ന് പറഞ്ഞിട്ട് പോയി പരിപാടികളൊന്നും ഒപ്പിച്ച് കളയരുത്. ജയിലിൽ പോയി ഗോതമ്പ് കൊണ്ട് നിന്ന് കിടക്കേണ്ടി വരും. മൗനം സമ്മതം എന്നല്ല അർത്ഥം. കൺസെൻറ്റ് എന്ന് പറയുന്നത് അവർ വായാൽ, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നി, നിങ്ങൾ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പോലും പാടില്ല അവരുടെ സമ്മതത്തിന് വേണ്ടിയിട്ട്. അവർക്കായിട്ട് തോന്നിയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, പ്രോബ്ലം ഇല്ല. അല്ലാതെ ആണെങ്കിൽ പ്രോബ്ലം ആവും, പ്രശ്നമാവും കേട്ടോ. അപ്പോൾ സമ്മതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ ആളായിരുന്ന കൂടിയും അവരുടെ സമ്മതം ഇല്ലാതെ ഈ സെക്സിലേക്ക് ഏർപ്പെടാനായിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതിനെല്ലാം റേപ്പായിട്ടും അതർ സെക്ഷൽ അബ്യൂസൊക്കെ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ക്രൈമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കൺസെൻറ്റിന് വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ അവർ തന്നെ വരികയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ എന്ന് കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും എന്തിനും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കൺസെൻറ്റ് അറിയണം എങ്കിൽ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അവരുടെ എന്താ പറയുക, ഇഷ്ടാനിഷ്ടങ്ങൾ, പാസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്ത് വിചാരിക്കും, ഒരു നാണക്കേട് പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ കാര്യം, പ്രത്യേകിച്ച് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഓപ്പണായിട്ടൊരു സംസാരം ഉണ്ടായിരിക്കണം. പിന്നെന്താ, നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ കൂടി കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൺസെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. സോ ഗൈസ്, മൂന്നാമത്തെ കാര്യമാണ് യൂസ് പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ്സ് ലൈക്ക് കോണ്ടംസ് ഒക്കെ. അപ്പോൾ എല്ലാവരും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കുള്ള ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഈ കോണ്ടംസ് യൂസ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല കേട്ടോ. STD അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാതിരിക്കണമെങ്കിൽ കൂടി നിങ്ങൾ കോണ്ടംസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കോണ്ടംസ് ഇല്ലാതെ ഈ പരിപാടിക്ക് നിൽക്കരുത്. കോണ്ടംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. STD, പ്രഗ്നൻസി, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ നിങ്ങൾ സേഫ്റ്റീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേനും ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് തിരഞ്ഞെടുക്കുക. പിന്നെ മെയിനായിട്ട് അതിൽ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചർ ഡേറ്റ്, ആ ബ്രാൻഡ്, ഇതൊക്കെ അതിൻ്റെ കണ്ടൻറ്റ്, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇതൊക്കെ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഫൈനൽ 4ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് ഫോർ പ്ലേ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ആ സിനിമയ്ക്ക് ശേഷം മിക്കുള്ള ആൾക്കാർക്കും ഫോർ പ്ലേ എന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് 2-way പ്രോസസ്സാണ്. 2 പേർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പോൾ മെയിലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർഗാസം വരും, പക്ഷേ ഫീമെയിലിന് അത് അങ്ങനെയല്ല, കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർ പ്ലേയിലേക്ക് ഏർപ്പെടുക. ഫോർ പ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക, ഒരുപാട് ഇമാജിനേഷൻസ്
വെക്കാതിരിക്കുക. പിന്നെ ഇതിലേക്ക് ഏർപ്പെടാൻ പോകുന്നതിന് മുന്നേറ്റ് ഒരുപാട് ഫോൺ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ കാണുമ്പോഴത്തേക്ക് കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ കൊളാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക: കൺസെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, പിന്നെ വരുന്നതാണ് എന്തോന്ന് ഫോർ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വേറെ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ ഇതിലേക്ക് ഏർപ്പെടുന്നതിന് മുന്നേ വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരിക്കണം, പിന്നെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാർ പോലും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാനും മടിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ